അപ്പോഴെല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇതിനു മുന്നേ ക്രിക്കറ്റിനെ കുറിച്ചുള്ള ചെറിയ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താണ് റൺ റേറ്റ്, എന്താണ് സ്ട്രൈക്ക് റേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കണ്ടതിന് ശേഷം കുറച്ച് ആൾക്കാർ ബൗളിംഗ് ആവറേജിനെ കുറിച്ചും ബൗളിംഗ് ഇക്കോണമിയെ കുറിച്ചിട്ടും ഒരു വീഡിയോ ചെയ്യാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബൗളിംഗ് ആവറേജിനെ കുറിച്ചും ബൗളിംഗ് ഇക്കോണമിയെ കുറിച്ചും ഉള്ളതാണ്. വീഡിയോ കാണുന്നതിന് മുമ്പേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി അമർത്തിക്കോളൂ. നിങ്ങൾക്ക് പുതിയ വീഡിയോസൊക്കെ കാണാമല്ലോ. കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കമൻറ്റ് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എന്താണ് ബൗളിംഗ് ആവറേജ് എന്ന് പരിശോധിക്കാം. ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ശരാശരി എന്നാണ് അർത്ഥം, അല്ലേ? ശരാശരി എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, അടിസ്ഥാന ഗണിതമാണ്. ഇപ്പം ബൗളിംഗ് ആവറേജ് കണക്കാക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബോളേഴ്സിൻ്റെ പ്രകടനം താരതമ്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതായത് എ എന്ന് പറയുന്ന ബോളർ, ബി എന്ന് പറയുന്ന ബോളർ, ഇതിനകത്ത് ആരാണ് മികച്ചത് എന്ന് പരിശോധിക്കാൻ വേണ്ടിയിട്ടാണ് ബൗളിംഗ് ആവറേജ് കണക്കാക്കുന്നത്. ഉദാഹരണത്തിന് എ എന്ന് പറയുന്ന ബോളർ 100 റൺസാണ് വഴങ്ങിയത്, എടുത്തത് 10 വിക്കറ്റുകളാണ്. ബി എന്ന് പറയുന്ന ബോളർ വഴങ്ങിയ റൺസ് 50 ആണ്, ലഭിച്ച വിക്കറ്റ് 2 ആണ്. അങ്ങനെയാണെങ്കിൽ എ എന്ന് പറയുന്ന ബോളറുടെ ബൗളിംഗ് ആവറേജ് എന്ന് പറയുന്നത് വഴങ്ങിയ റൺസ് 100 ഹരിക്കണം ലഭിച്ച വിക്കറ്റുകളുടെ എണ്ണം 10 = 10 ആണ് ഉത്തരം. രണ്ടാമത്തെ ബി എന്ന് പറയുന്ന ബോളറുടെ ബൗളിംഗ് ആവറേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴങ്ങിയ റൺസ് 50, ലഭിച്ച വിക്കറ്റുകളുടെ എണ്ണം 2 ആണ്. 50/2 25. അപ്പം എ എന്ന് പറയുന്ന ബോളറുടെ ബൗളിംഗ് ആവറേജ് എത്രയാണ്? 10 ആണ്. ബി എന്ന് പറയുന്ന ബോളറുടെ ബൗളിംഗ് ആവറേജ് എന്ന് പറയുന്നത് 25 ആണ്. അപ്പോൾ ഇതിനകത്ത് ഏറ്റവും ചെറിയ സംഖ്യ ലഭിച്ച ബോളറുടെ പ്രകടനമാണ് മികച്ചത് എന്നാണ് പറയുക. കാരണം എന്താണ്? ഒന്നാമത്തെ ബോളർ 100 റൺസ് വഴങ്ങിയിട്ടുണ്ടെങ്കിലും 100 റൺസ് കൊടുത്തിട്ടുണ്ടെങ്കിലും എടുത്ത വിക്കറ്റുകളുടെ എണ്ണം 5 എണ്ണമാണ്. അതുകൊണ്ട് അവിടെ ആവറേജ് കുറവാണ്. അപ്പം കുറഞ്ഞ സംഖ്യ ആണെങ്കിൽ മികച്ച പ്രകടനം എന്നാണ് പറയുക. ഇവിടെ 50 ആണ് റൺസ് വഴങ്ങിയത്, പക്ഷേ എത്രയാണ്? വിക്കറ്റുകൾ എടുത്തത് 2 മാത്രമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് അതിന് 25 ലഭിക്കും നമുക്ക് ഉത്തരം. അതുകൊണ്ട് ഈ ബി എന്ന് പറയുന്ന വ്യക്തിയുടെ ബൗളിംഗ് ആവറേജ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലാണ്. അതായത് പ്രകടനം കുറച്ച് മോശമാണ് എ എന്ന് പറയുന്ന ബോളറെ അപേക്ഷിച്ചിട്ട് എന്നാണ് പറയുക. അപ്പോൾ ഇതാണ് ബൗളിംഗ് ആവറേജിൻ്റെ ഉദ്ദേശം. ബോളറുടെ പ്രകടനം മെച്ചപ്പെട്ടതാണോ എന്ന് വിലയിരുത്താനുള്ള ഒരു മാർഗമാണ്. പക്ഷേ ചില സമയത്ത് ബോളറുടെ പ്രകടനം മെച്ചപ്പെട്ടതാണോ എന്ന് കണ്ടുപിടിക്കാൻ ഈ ബൗളിംഗ് ആവറേജ് ഉപയോഗിച്ചിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. കാരണം ഒരു ഉദാഹരണം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പറയാം. എ എന്ന് പറയുന്ന ബോളർ എടുത്തത് 0 വിക്കറ്റാണ്, വഴങ്ങിയത് 1 റൺസാണ് എന്ന് സങ്കല്പിക്കുക. ബി എന്ന് പറയുന്ന ബോളർ വഴങ്ങിയത് 10 റൺസാണ്, എടുത്തത് 0 വിക്കറ്റാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാവുന്നത് എന്താണ്? എ എന്ന് പറയുന്ന ബോളറുടെ ബൗളിംഗ് ആവറേജ് ആയിരിക്കും മികച്ചത്. കാരണം 1 റൺസ് മാത്രമേ വഴങ്ങിയിട്ടുള്ളൂ, 0 ആണ് വിക്കറ്റ്. ബി എന്ന് പറയുന്ന ബോളറുടെ ബൗളിംഗ് ആവറേജ് എന്ന് പറയുന്നത് 10 റൺസാണ് വഴങ്ങിയത്, വിക്കറ്റ് എടുത്തത് 0 ആണ്. അപ്പം ഒറ്റ നോട്ടത്തിൽ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്? എ എന്ന് പറയുന്ന ബോളറാണ് മികച്ച പ്രകടനം കാഴ്ചവെച്ചത്. പക്ഷേ ആ സമയത്ത് നമുക്കൊരു പ്രശ്നമുണ്ട്. ഇവിടെ എ എന്ന് പറയുന്ന ബോളറുടെ വഴങ്ങിയ റൺസ് 1 ആണ്. 1 ഹരിക്കണം 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഉത്തരമില്ല. കാരണം ഒരു സംഖ്യയെ 0 കൊണ്ട് ഹരിക്കുന്നത് അൺഡിഫൈൻഡ് ആണ്, നിർവചിക്കപ്പെട്ടിട്ടില്ലാത്തതാണ്. അതുകൊണ്ട് അതിന് ഉത്തരമില്ല. ബി എന്ന് പറയുന്ന വ്യക്തിയുടെ ബൗളിംഗ് ആവറേജ് എത്രയാണ്? 10 ഹരിക്കണം 0 ആണ്. അതിനും ഉത്തരമില്ല. അപ്പം ഇങ്ങനെയുള്ള സമയങ്ങളിൽ ഈ ബൗളിംഗ് ആവറേജ് ഉപയോഗിച്ചിട്ട് താരതമ്യം ചെയ്യുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ബൗളിംഗ് ആവറേജിൻ്റെ ഉദ്ദേശം എന്താണ്, എങ്ങനെയാണ് കണക്കാക്കുന്നത് എന്ന് മനസ്സിലായി അല്ലേ? ഇപ്പം ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ബൈസ്, അതുപോലെ തന്നെ ലെഗ് ബൈ, അതുപോലെ തന്നെ പെനാൽറ്റി റൺസ്, ഇത് ഒന്നും ഇതിനകത്തേക്ക് കണക്കാക്കാറില്ല. ബൗളിംഗ് ആവറേജ് എടുക്കുന്ന സമയത്ത് ഇത് കണക്കാക്കാറില്ല. ഉദാഹരണത്തിന് ഒരു ബോളർ വഴങ്ങിയത് 100 റൺസാണ്. ബൈയും ലെഗ് ബൈയും വൈഡിൻ്റെ റൺസൊക്കെ കൂടിയിട്ട് എക്സ്ട്രാ ഒരു 10 റൺസ് കൂടെ ഉണ്ടെന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ 110 ആണ് ബൗളർ വാങ്ങിയ ആകെ റൺസ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇത് ബൗളിംഗ് ആവറേജ് കണക്കാക്കുമ്പോൾ ആ 10 എടുക്കത്തില്ല, 100 മാത്രമേ, അതായത് അടിച്ചെടുത്ത റൺസ് മാത്രമേ കണക്കാക്കുകയുള്ളൂ. അപ്പം ബൈ, ലെഗ് ബൈ, അതുപോലെ തന്നെ പെനാൽറ്റി റൺസ്, വൈഡിൻ്റെയും നോ ബോളിൻ്റെയും റൺസ് ഏതിനകത്ത് വരുന്നില്ല? ബൗളിംഗ് ആവറേജിൽ വരുന്നില്ല. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ഏതാണ്? ബൗളിംഗ് ഇക്കോണമിയാണ്. ഇക്കോണമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മെച്ചപ്പെട്ടത് എന്നാണ് അർത്ഥം, മിതത്വമുള്ളത് എന്നാണ് അർത്ഥം, അതായത് ഫലപ്രദമായിട്ട് ഉപയോഗിച്ചത് എന്നാണ്.
ഇവിടെ നമ്മൾ ബൗളിംഗ് ഇക്കോണമി എങ്ങനെയാണ് കണക്കാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എടുത്ത അതേ സൂത്രവാക്യം തന്നെ, പക്ഷേ ഛേദത്തിൻ്റെ ഭാഗത്തിൽ ചെറിയൊരു മാറ്റമുണ്ട്. ബൗളിംഗ് ഇക്കോണമി കണക്കാക്കുന്നത് ഇങ്ങനെയാണ്. ഒരു ബൗളർ വഴങ്ങിയ ആകെ റൺസിനെ ആ ബൗളർ ചെയ്ത ആകെ ഓവറുകളുടെ എണ്ണം കൊണ്ട് ഹരിക്കുന്നു. ഉദാഹരണത്തിന് 100 റൺസാണ് എന്ന് പറയുന്ന ബൗളർ വഴങ്ങിയത്, 10 ഓവറാണ് ചെയ്തത്. 10 ഓവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാണ് ബൗളിംഗ് ഇക്കോണമി എന്ന് പറയുന്നത്? 10 ആണ്. 100 ഹരിക്കണം 10. രണ്ടാമത്തെ ബൗളർ വഴങ്ങിയത് 100 റൺസാണ്, പക്ഷേ ചെയ്തത് 20 ഓവറാണെന്ന് സങ്കല്പിക്കുക. 100 ഹരിക്കണം 20 എത്രയാണ്? 5 ആണ്. അപ്പം ഈ രണ്ട് വ്യക്തികളെയും താരതമ്യം ചെയ്യുമ്പോൾ ഇക്കോണമി കുറഞ്ഞ ബൗളർ, രണ്ടാമത്തെ ബൗളർ, ആ ബൗളറുടെ പ്രകടനമാണ് മികച്ചത് എന്ന് പറയാം. കാരണം 20 ഓവർ ചെയ്തിട്ടും 100 റൺസേ കൊടുത്തിട്ടുള്ളൂ. അതേസമയം എന്ന് പറയുന്ന ബൗളർ ആണെങ്കിൽ 100 റൺസ് വഴങ്ങിയിട്ടുണ്ട്, പക്ഷേ 10 ഓവറിലാണ് ചെയ്തത്. അപ്പം ഇവിടെയും ചെറിയ സംഖ്യ ലഭിക്കുന്ന വ്യക്തിയായിരിക്കും മികച്ച പ്രകടനം കാഴ്ചവെച്ചത് എന്ന് നമുക്ക് അറിയാം. ഇതാണ് ബൗളിംഗ് ഇക്കോണമി എന്ന് പറയുന്നത്. ഈ ബൗളിംഗ് ഇക്കോണമി കണക്കാക്കുന്നത് കൃത്യമായിട്ടുള്ള ഓവർ വരുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ കണക്കാക്കാം. കാരണം നേരത്തെ ഞാൻ പറഞ്ഞ ഉദാഹരണത്തിൽ 10 ഓവർ, അതുപോലെ തന്നെ 20 ഓവർ എന്ന് പറയുമ്പോൾ 100 ഹരിക്കണം 10, 100 ഹരിക്കണം 20 എന്നൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ കണക്കാക്കാം. അതേസമയം ഒരു ബോളർ 10 ഓവറും 2 ബോളും ആണ് എന്ന് സങ്കല്പിക്കുക. അതായത് 62 ബോളുകൾ. അങ്ങനെയാണെങ്കിൽ വഴങ്ങിയത് 100 റൺസാണ് എന്ന് തന്നെ സങ്കല്പിക്കുക. അപ്പം 100 ഡിവൈഡഡ് ബൈ 10 ഓവർ പ്ലസ് 2 ബോളുകൾ കൂടെ ഉണ്ട് അല്ലേ? അതെങ്ങനെയാണ് നമ്മൾ കണക്കാക്കുക? 10.2 എന്നാണോ എഴുതുക? 10.2 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം തെറ്റായിരിക്കും. അപ്പം ഛേദത്തിൻ്റെ ഭാഗത്ത് ആ ഓവറിനെ നമ്മൾ ഈ ബോളിനെ എന്ത് ആയിട്ട് മാറ്റണം? ഓവറാക്കിയിട്ട് മാറ്റണം. എങ്ങനെയാണ് ഒരു ഓവർ എന്ന് പറയുന്നത്? 6 ബോളാണല്ലോ ഒരു ഓവർ. അപ്പം 6/6 എന്ന് എഴുതുമ്പോഴാണ് നമുക്ക് ഒരു ഓവർ എന്ന് പറയാൻ സാധിക്കുന്നത്. അതായത് 6 ഓവറാണ് ഒരു ഓവറിൽ, 6 ബോളുകളാണ് ഒരു ഓവറിലുള്ളത്. അതിനകത്ത് 6 ബോളും ചെയ്ത് കഴിഞ്ഞാൽ 6 ഹരിക്കണം 6 സമം ഒരു ഓവർ എന്നാണ് നമ്മൾ പറയുക. അങ്ങനെയാണെങ്കിൽ 5 ബോൾ മാത്രമേ ചെയ്തിട്ടുള്ളൂ എങ്കിൽ അത് നമ്മൾ ഓവറിലേക്ക് മാറ്റുമ്പോൾ എങ്ങനെയാണ് എഴുതുക? 5 ഹരിക്കണം 6 എന്ന് എഴുതണം. അതുപോലെ തന്നെ 3 ബോളുകളാണ് ചെയ്തത്. 3 ബോളുകളാണെങ്കിൽ 3 ഹരിക്കണം 6 എന്നാണ് എഴുതുക. അപ്പം 3 ഹരിക്കണം 6 എന്ന് എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 0.5 എന്നാണ്. അര ഓവറാണ് എന്നാണ് നമ്മൾ പറയുക. അങ്ങനെയാണ് അര ഓവർ എന്ന് പറയുന്നത്. അപ്പം ബോളുകളുടെ എണ്ണം 6ൽ കുറവാണെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം? അതിനെ ഓവറാക്കിയിട്ട് മാറ്റണം. കൺവേർട്ട് ചെയ്യുക എന്നാണ് ഇംഗ്ലീഷിൽ പറയുക. അതെങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക? എത്രയാണ് ബോൾ ഉള്ളത് അതിനെ 6 കൊണ്ട് ഹരിക്കുക. ഇപ്പം 10 ഓവറും 3 ബോളുകളുമാണ് ഒരു ബോളർ ചെയ്തത് എങ്കിൽ അദ്ദേഹം ചെയ്ത ഓവറുകളുടെ എണ്ണം എത്രയാണ്? 10.5 എന്നാണ്. എങ്ങനെയാണ്? 10 ഓവേഴ്സ്, പിന്നെ എത്രയാണ്? 3 ബോളുകൾ മറ്റൊരു ഓവറിൻ്റെ ചെയ്തിട്ടുണ്ട്. അപ്പം 3 ഹരിക്കണം 6 സമം 0.5, 10.5. അപ്പം 100 റൺസാണ് വഴങ്ങിയതെങ്കിൽ 100 ഹരിക്കണം 10.5 എന്നാണ് നമ്മൾ എഴുതേണ്ടത്. അങ്ങനെ എഴുതിയിട്ട് കണക്കാക്കിയാൽ നമുക്ക് ലഭിക്കുക. അപ്പം അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം. ഇനി നേരത്തെ പറഞ്ഞതുപോലെ എന്താണ് ഇവിടെ വരുമ്പോൾ ബൗളിംഗ് ഇക്കോണമി കണക്കാക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിനകത്ത് ബൈയും അതുപോലെ തന്നെ ലെഗ് ബൈയും ഇത് ഉൾപ്പെടുത്താറില്ല. പക്ഷേ പെനാൽറ്റി റൺസ് ഉൾപ്പെടുത്തും. പെനാൽറ്റി റൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈഡിൻ്റെ റൺസും അതുപോലെ തന്നെ നോ ബോളിൻ്റെ ഫലമായിട്ട് ലഭിക്കുന്ന റൺസും കണക്കാക്കും. ആകെ വഴങ്ങിയ റൺസ് എടുക്കുന്ന സമയത്ത് എന്താണ് ആ റൺസിലേക്ക് പെനാൽറ്റി റൺസ് കൂടെ ഉൾപ്പെടും. പക്ഷേ ആ ബോളുകളുടെ എണ്ണം കണക്കാക്കില്ല. കൃത്യമായിട്ട് എറിഞ്ഞ ബോളുകൾ മാത്രമേ കണക്കാക്കുകയുള്ളൂ. അപ്പം എന്താണ് ബൗളിംഗ് ആവറേജ്, അതുപോലെ തന്നെ എന്താണ് ബൗളിംഗ് ഇക്കോണമി എന്ന് വളരെ കൃത്യമായിട്ട് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഒന്നുകൂടെ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ വീഡിയോ ഒന്നുകൂടെ കാണുക. ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടുകാരിലേക്കും എത്തിക്കാവുന്നതാണ്. അപ്പം അടുത്ത മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.